സീസൺ 7 മലയാളം. അപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ടില്ല. മൊത്തം 5 റൗണ്ടുണ്ട്. ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്. വൈൽഡ് കാർഡ് എൻട്രീസ് 5 പേരും കൂടി ചേർന്നിട്ട് ഒരു ചീട്ട് എടുക്കുന്നു. ആ ചീട്ടിൽ കിട്ടിയത് സ്ക്രീൻ പ്രസൻസ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മറ്റു മത്സരാർത്ഥികളെ റാങ്കിങ് ഓർഡറിൽ നിർത്തുന്നു ഫ്രം 1 to 16. അതിലാദ്യം വന്നത് നെവിൻ, ജിസെയിൽ, അനുമോൾ, അക്ബർ, നൂറ, ആര്യൻ, ഷാനവാസ്, അപ്പാനി, അനീഷ്, റെന, അഭിലാഷ്, ആദില, ഒനീൽ, രേണു, ബിന്നി, ശൈത്യ. ഇങ്ങനെയാണ് ആ ഒരു റാങ്കിങ് ഓർഡർ വൈൽഡ് കാർഡ് എൻട്രീസ് നടത്തിയത്. അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് ഓപ്ഷൻസ് കൊടുക്കും. ഇമോഷണൽ, ഇറിറ്റേറ്റിംഗ്, സ്ക്രീൻ പ്രസൻസ്. ഈ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് മറ്റു മത്സരാർത്ഥികൾ ഊഹിച്ച് പറയണം ഇത് എങ്ങനെയാണ് ഈ റാങ്കിങ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞ ഓപ്ഷൻ ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഉത്തരം തെറ്റാണ്. സോ നിങ്ങൾ തെറ്റ് പറഞ്ഞത് കാരണം വൈൽഡ് കാർഡ് എൻട്രീസിന് ഒരാളെ മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം ഫോർ പണിഷ്മെൻറ്റ്. അങ്ങനെ ആ പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇന്നലെ ഒരു പണിപ്പുരയിൽ നിന്നൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? അക്ബറിന്. അപ്പോൾ അക്ബറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്യാപ്റ്റനാക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ. അപ്പോൾ അതേപോലെ ഇനി പണിപ്പുരയിൽ നിന്ന് ഒരു പണി വരുമ്പോൾ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ഒരു പണി ആർക്കാണെന്നുള്ളത് മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ആ ആളുടെ കൂടെ ഈ ജിസേലിനും ആ പണി ഏറ്റെടുക്കാം. അതാണ് പണിഷ്മെൻ്റായിട്ട് ജിസേലിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.